ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മിച്ചഭൂമി കേസിൽ തിരുവമ്പാടി മുൻ MLA ജോർജ് എം തോമസിന് തിരിച്ചടി. ജോർജ് എം തോമസ് കൈവശം വെച്ച ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡ് ഉത്തരവിട്ടു. 5.75 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി കണ്ടുകെട്ടാൻ ഉത്തരവ്. ഇതിൽ പുതിയ വീട് നിർമ്മിക്കുന്ന 35 സെന്റ് ഭൂമിക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജോർജ് എം തോമസ് പറഞ്ഞു. വിരുദ്ധമാണ്. അത് തെറ്റായ നിഗമനങ്ങളാണ്. ആ തെറ്റായ നിഗമനങ്ങൾ വിധിയിലുണ്ടാകുന്നത് രേഖ നിലയിൽ അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അതുമാത്രം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നിയമവിദഗ്ധരുമായി ആലോചിച്ചിട്ട് ശേഷം എടുക്കേണ്ട ഒരു കാര്യമാണ്. നിലവിലെ വിധി നമ്മളെ ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കാത്ത സ്ഥിതിക്ക് അത് വേണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇത് ഏറെ വർഷങ്ങൾക്ക് മുൻപ് ഉള്ളൊരു കേസാണ്, അത്രയും പഴക്കമുള്ളൊരു കേസാണ്. ആ സമയത്ത് കോടതിയെ സമീപിക്കുമ്പോൾ വളരെ വേഗം തീർപ്പാക്കണമെന്ന് ലാൻഡ് ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ലാൻഡ് ബോർഡ് വളരെ വൈകി ഇങ്ങനൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അത് പ്രതികൂലമായി ബാധിക്കില്ല എന്ന് ജോർജ് എം തോമസ് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ തുടർ നടപടി എങ്ങനെയായിരിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ജോർജ് എം തോമസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിധിയിലെ നിഗമനങ്ങളിൽ ചിലത് വാസ്തവ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. കാരണം ഈ വിധി വന്നെങ്കിൽ പോലും തങ്ങളെ കാര്യമായിട്ട് ഈ വിധി ബാധിക്കില്ല. കാരണം ഈ സ്ഥലം ഏതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ ജോർജ് എം തോമസും സഹോദരങ്ങളും കൈവശം വെച്ച ഏകദേശം 16.4 ഏക്കർ ഭൂമിയിലെ 5.75 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായിട്ട് കണ്ടുകെട്ടുവാൻ കോഴിക്കോട് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടത്. കണ്ടുകെട്ടുന്ന 5.25 ഏക്കറിൽ നിന്ന് ഏകദേശം പുതുതായി അദ്ദേഹം ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. 35 സെന്റ് ഭൂമി ഒഴിവാക്കണമെന്ന ജോർജ് എം തോമസ് അപേക്ഷ ഈ ബോർഡിന് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. കാരണം തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള നഷ്ടങ്ങളില്ല എന്നൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെയധികം പഴക്കമുള്ള കേസാണ്. ഏകദേശം 2000-ൽ ലാൻഡ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിധിക്കെതിരെ ജോർജ് എം തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ അപേക്ഷയിലെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കി. ഇതോടെയാണ് വീണ്ടും 2000-ലെ ലാൻഡ് ബോർഡ് വിധി നടപ്പാക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ ലാൻഡ് ബോർഡ് കമ്മീഷണർക്ക് പരാതി നൽകുകയും പിന്നീട് ആ വിഷയത്തിൽ ഒരു വിധി വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യത്തിൽ ജോർജ് എം തോമസിന്റെ നിലപാട് എന്ന് പറയുന്നത് തങ്ങളെ ഇത് കാര്യമായിട്ട് ബാധിച്ചില്ല. മാത്രവുമല്ല ഈ വിധിയിൽ പലതരത്തിലുള്ള അവ്യക്തകളുമുണ്ട്, വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും നിയമവിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോടതിയെ സമീപിക്കും എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമി കേസിലാണ് ജോർജ് എം തോമസിന്റെ ഭൂമി 5.75 ഏക്കർ ഭൂമി കണ്ടുകെട്ടാൻ ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്.